السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله الصلاة والسلام على رسول الله. സൂറ അൽ ഫാത്തിഹ നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൂറയാണ്. ആദ്യമായിട്ട് നമ്മൾ പഠിക്കേണ്ട മനഃപ്പാഠമാക്കേണ്ട സൂറയാണ് അൽ ഫാത്തിഹ അല്ലേ. ഈ ഒരു സൂറയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ദുആ ചെയ്യുമ്പം അള്ളാഹുവിനെ സ്തുതിക്കണം. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ആദ്യമായിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ളതിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. പിന്നീട് അള്ളാഹുവിനെ നമ്മൾ പുകഴ്ത്തേണ്ട അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അർ റഹ്മാൻ റഹീം മാലിക് യൗമിദ്ദീൻ. അതിനുശേഷം നമ്മൾ അള്ളാഹുവിനോട് പറയണം, അള്ളാഹുവേ എനിക്ക് നിന്നെ ആവശ്യമുണ്ട്, ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത് എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഇവിടെ സഹായം തേടുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ലൈഫിൽ നമുക്ക് ഈ ലോകത്തേക്കും പരലോകത്തേക്കും നമുക്ക് പല രീതിയിലുള്ള സഹായങ്ങൾ ആവശ്യമുണ്ടാകും. അപ്പം നമ്മൾ അള്ളാഹുവിനോട് എല്ലാതും കൂടെ ഒരുമിച്ചിട്ടാണ് പറഞ്ഞത്, വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നുള്ളത്. നമുക്കറിയാം നമ്മൾ മനുഷ്യരാണ്, ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാകും നമുക്കല്ലേ. നമുക്ക് പണം, ഭക്ഷണം, താമസം, മക്കൾ, പിന്നെ നമുക്ക് എന്തെല്ലാമാണ് ആവശ്യമുള്ളത് അതെല്ലാം നമുക്ക് ഈ വേൾഡിൽ ആവശ്യമുണ്ടാകും. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അള്ളാഹുവിനോട് സഹായം ചോദിക്കേണ്ടത് എന്തിൽ നിന്നാണ്, അല്ലെങ്കിൽ എന്താണ് അള്ളാഹുവിന് ഏറ്റവും ആദ്യം നമ്മൾ സഹായം ചോദിക്കേണ്ടത്? ഹിദായക്ക് വേണ്ടിയാണ്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അടുത്ത ആയത്തിലൂടെ നമ്മളോട് പറയുന്നത്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അതായത് ഖുർആനിലെ ഏറ്റവും ആദ്യത്തെ ദുആ എന്താണ്? അള്ളാഹുനോട് നമ്മൾ ചോദിക്കുകയാണ്, അള്ളാഹുവേ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഞങ്ങളെ നേരായ മാർഗത്തിൽ നീ നയിക്കണമേ റബ്ബേ എന്ന് നമ്മൾ അള്ളാഹുനോട് പ്രാർത്ഥിക്കാം. ഇവിടെ ഈ ഒരു ആയത്തിന് ഒരുപാട് ഭംഗിയുണ്ട്. അതായത് എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഓരോ വാക്കുകളോട് ഉപയോഗിച്ചിട്ടുള്ളത് എന്നതിന് വരെ അത്രയ്ക്കും പ്രസക്തി ഉണ്ട് എന്നർത്ഥം. ഇപ്പം നമുക്കറിയാം, ദിന എന്ന് പറയുമ്പോൾ നയിക്കണമേ എന്ന് നമ്മൾ അള്ളാഹുവിനോട് പറയണം, ഞങ്ങളെ നയിക്കണമേ എന്നുള്ളത്. ദിന എന്നുള്ള വാക്കിൽ നിന്ന് അതിൻ്റെ റൂട്ട് ലെറ്റേഴ്സാണ് ഹ, പിന്നെ ദാൽ ആൻഡ് യാ അല്ലേ. അപ്പോൾ അതിൽ നിന്ന് വരുന്ന വേറൊരു വാക്കാണ് എന്ത്? ഹിദായ. ദിന എന്ന് പറഞ്ഞാൽ ഒരു എന്താണ് ആക്ഷൻ, ഹിദായ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിൽ നിന്നുള്ള എന്താ പറയുക, ഒരു ഗിഫ്റ്റ്. അതായത് എന്താണ്, സത്യമാർഗത്തിൻ്റെ അല്ലെങ്കിൽ എന്താണ് ഈമാനിൻ്റെ അല്ലെങ്കിൽ ഒരു അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേക ഒരു ഗിഫ്റ്റാണ് എന്ത്? ഹിദായ എന്ന് പറഞ്ഞാൽ. ആ ഒരു ഹിദായത്ത് ലഭിച്ചാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു സിറാത്തൽ മുസ്തഖീമിൽ എന്താണ് എത്താൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്. അതേ വാക്കാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ പറയുക, ഹദിയ കൊടുക്കുക എന്ന് നമ്മൾ പറയും അല്ലേ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു ഓരോ വാക്കുകളും എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത് ആലോചിച്ച് നോക്കും. അതായത് ഹിദായ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഈമാനിൻ്റെ ഗിഫ്റ്റ്, ഹദിയ എന്ന് പറയുമ്പോൾ നമുക്ക് നോർമലി നമുക്ക് ഈ ലോകത്ത് കിട്ടുന്ന നമുക്ക് സന്തോഷം നൽകുന്ന മറ്റ് ഗിഫ്റ്റുകൾ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇവിടെ ഹിദായ എന്നുള്ള വാക്കിൽ നിന്ന് ഒരുപാട് അർത്ഥങ്ങൾ വരുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. അതായത് എന്താണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് എല്ലാവർക്കും ഒരു എന്താണ് ഹിദായ കൊടുത്തിട്ടുണ്ട്. അതായത് കോമൺ സെൻസ് യൂസ് ചെയ്തുകൊണ്ട് ശരി എന്താ തെറ്റെന്താ അറിയാനുള്ളൊരു എന്താണ് ഒരു അറിവ് കൊടുത്തിട്ടുണ്ട്. അതാണ് ഒരു ഹിദായത്ത്. പിന്നെ നമുക്കറിയാം നമ്മൾക്ക് പ്രത്യേകമായിട്ട്, അതായത് നബിമാരിലൂടെ നമുക്ക് കിട്ടുന്ന ഹിദായത്തുണ്ട്. അതാണ് വിശുദ്ധ ഖുർആനിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു തൗഫീഖ് തന്നെ വേണം എന്ത്, നമുക്ക് ആ ഒരു ഇസ്ലാമിൽ ആ ഒരു മാർഗത്തിലാകാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ അതാണ് മൂന്നാമത്തെ ഹിദായത്ത്. അപ്പോൾ ആദ്യം നമുക്ക് ശരി എന്താ തെറ്റെന്താ അറിയാനുള്ളൊരു ഒരു ബുദ്ധി അല്ലേ. രണ്ടാമതായിട്ട് നമ്മൾക്ക് വായിച്ച് മനസ്സിലാക്കിയിട്ടും ഒക്കെയുള്ള ഒരു അറിവ്. മൂന്നാമതായിട്ട് അതുണ്ടായാൽ മാത്രം പോരാ. നമുക്കറിയാം വെറും നമുക്ക് ഒരു എന്താണ് ഒരു കുറേ പഠിച്ചത് കൊണ്ട് മാത്രം നമുക്ക് അള്ളാഹുവിന് ആ തൗഫീഖ് കിട്ടില്ല, ആ അള്ളാഹുവിൻ്റെ മാർഗത്തിലെത്താൻ വേണ്ടിയിട്ട്. മൂന്നാമതായിട്ട് എന്താണ്? ഗൈഡൻസ് ഓഫ് ഇസ്ലാം അല്ലേ, അല്ലെങ്കിൽ ഇസ്ലാം എന്നുള്ള അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലാകുന്ന ആ ഒരു ഹിദായത്ത്. നാലാമതായിട്ട് സ്വർഗത്തിലേക്ക് എത്താനുള്ള ഹിദായത്ത്. നമുക്കറിയാം മുസ്ലിം ആയാലും അള്ളാഹുവിന് മാത്രമാണ് അവസാനം, നമ്മളുടെ ഏറ്റവും അവസാനം എങ്ങനെ ആയിരിക്കും എന്നറിയാം. നമ്മളുടെ എന്താണ് അന്ത്യം സ്വർഗ്ഗാണോ നരകാണോ എന്നൊക്കെ അറിയാം. അപ്പോൾ ഈ 4 രീതിയിലും എന്താണ് ഈ ഒരു ഇഹ്ദിന എന്ന് പറയുമ്പം അർത്ഥമാക്കുന്നുണ്ട് എന്നർത്ഥം. അതായത് ഭയങ്കര വലിയ അർത്ഥമാണ് ഈ ഒരു ഇഹ്ദിന എന്ന് പറയുമ്പോൾ തന്നെ.
അതായത് നമ്മളുടെ ഈ ലോകത്തും പരലോകത്തിലേക്കും എല്ലാത്തിലേക്കും റബ്ബെ നീ നയിക്കണമേ. നമ്മൾ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ എന്ന് പറയുന്നില്ലേ. നമ്മൾ ഈ ലോകത്തും പരലോകത്തുള്ളതൊക്കെ നമ്മൾ എന്നാൽ ഹസനാക്കി തരണേ എന്ന് പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇനി നമുക്ക് അപ്പോൾ ഇതിനെ നമ്മൾ മനസ്സിലാക്കി ചെറുതായിട്ട്. ഇനി സിറാത്ത് എന്താണെന്ന് പറയാം. സിറാത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും നോർമലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പാത, വഴി, മാർഗം എന്നൊക്കെ പറയാം. പക്ഷേ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സബീൽ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ത്വരീഖ് എന്നുള്ള വാക്ക് വഴിക്ക് ഉപയോഗിക്കാം. പക്ഷേ ഈ 3 വാക്കുകളുടെയും അർത്ഥം അല്ലെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് ചെറുതായിട്ട് മനസ്സിലാക്കാം. സബീൽ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു വഴി, അതിൽ ആളുകൾ അങ്ങനെ അധികമൊന്നും നടക്കാത്തൊരു വഴിക്കാണ് നമ്മൾ സബീൽ എന്ന് പറയും. ത്വരീഖ് എന്ന് പറഞ്ഞാൽ അതും ഒരു രീതിയിലുള്ള വഴിയാണ്. പക്ഷേ അത് ചിലപ്പം ഭയങ്കര ഡിഫിക്കൽട്ട് വേ ആകാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഭയങ്കര ഈസി ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഭയങ്കര എന്താണ് പറയുക, കുന്നുകളും അല്ലെങ്കിൽ ഹംസും ഒക്കെ ഇങ്ങനെ ഉയർന്ന് താഴ്ന്നുള്ള അങ്ങനെ വഴികളാകാം. അതായത് ഒരു ലെവൽഡ് അല്ലാത്ത വഴികളാകാം. ഇനി സിറാത്ത് എന്നുള്ള വാക്കിന് വളരെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാണ്. അതായത് ഭയങ്കര വലിയത്, മാസീവ് ആയിട്ടുള്ളത്, ഹ്യൂജ് ആയിട്ടുള്ളത്, അതോടൊപ്പം തന്നെ സ്ട്രെയിറ്റ് ആയിട്ടുള്ളതാണ്. അതുപോലെ ഒരു കുത്തനെ അങ്ങനെ ഇങ്ങനെ, അതായത് ഒരു കല്ലുകളും മുള്ളുകളും അങ്ങനെ നിറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് നടക്കാൻ പ്രയാസം ഇല്ലാത്ത ലെവലായിട്ടുള്ള ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഹൈവേ ആലോചിച്ചാൽ മതി. ഹൈവേ നമുക്കറിയാം സ്ട്രെയിറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ അത് നമുക്ക് അങ്ങേ അറ്റം വരെ നമുക്ക് കാണാൻ പറ്റുന്ന അത്രയ്ക്കും സ്പേഷ്യസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക അല്ലേ. അതിൽ നമുക്ക് ഏതാണ് ഹൈവേ അല്ലെങ്കിൽ സബ്വേ ഏതാണ് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന അത്രയ്ക്കും ക്ലിയർ ആയിട്ടുള്ള വഴിക്കാണ് സിറാത്ത് എന്ന് ഉപയോഗിക്കുക. അതൊരിക്കലും വളഞ്ഞിട്ടും തിരിഞ്ഞിട്ടും ആയിരിക്കില്ല, അല്ലെങ്കിൽ ഒരുപാട് ഹംസ് ഇല്ലാത്തതായിരിക്കും. അതുപോലെ അതിൽ തീരെ ഭയങ്കര ഇടുങ്ങിയ റോഡായിരിക്കില്ല, ഭയങ്കര വിശാലമായിട്ടുള്ള റോഡായിരിക്കും. ഇതിനൊക്കെയാണ് സിറാത്ത് എന്നുള്ള വാക്ക് ഉപയോഗിക്കുക. ഇതാണ് ലിംഗ്വിസ്റ്റിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ ഉപയോഗിക്കുക. എന്നാൽ സിറാത്തിൻ്റെ ഒപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടെ ഉപയോഗിക്കുന്ന വാക്ക് അൽ മുസ്തഖീം. അപ്പം മുസ്തഖീം നമ്മൾ പറയാം നേരായ പാത അല്ലെങ്കിൽ നേരായ എന്ന് നമ്മൾ പറയാം. പക്ഷെ സിറാത്ത് ഓൾറെഡി നമ്മൾ മനസ്സിലാക്കിയ സ്ട്രെയിറ്റ് ആയിട്ടുള്ള വലിയ, അതുപോലെ തന്നെ വിശാലമായിട്ടുള്ള വഴി എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ മുസ്തഖീം എന്നുള്ള വാക്കിനെ കുറിച്ച് നമുക്ക് ചെറുതായിട്ട് പറയാം. നമ്മൾ ഇസ്തിഖാമ എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അഖീമുസ് സ്വലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഖാമ എന്ന് കേട്ടിട്ടുണ്ട്, ഖിയാം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ നമ്മളൊന്നൊന്ന് ഈ കിടക്കുന്ന സാധനത്തിനെ നിവർത്തി വെക്കുന്നതിനാണ് നമ്മൾ അതിനൊക്കെ പറയും അല്ലേ. നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി നിവർന്ന് നിൽക്കും. അതുപോലെ തന്നെ ഖിയാം എന്ന് പറഞ്ഞാൽ രാത്രി നിൽക്കൽ, ഖിയാമുൽ എന്ന് പറഞ്ഞാൽ രാത്രിയിൽ നിന്ന് നമസ്കരിക്കുന്നതിനാണ് അല്ലേ. ഖാമ അല്ലെങ്കിൽ ഖും എന്നൊക്കെ പറഞ്ഞാൽ എഴുന്നേറ്റ് നിൽക്കുക എന്നുള്ള അർത്ഥമാണ്. സുബ്ഹാനല്ലാഹ്. അഖീമുസ് സ്വലാ എന്ന് പറയുമ്പോൾ നിലനിർത്തുക എന്നുള്ള അർത്ഥം വരുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇവിടെ മുസ്തഖീം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു പാത എന്ന് പറഞ്ഞാൽ വളരെ ലെവൽഡ് ആയിട്ടല്ല, അതായത് ഒരു കുറച്ച് ചെരിവുള്ള അല്ലെങ്കിൽ കുറച്ച് വെർട്ടിക്കലായിട്ട് കുത്തനെ ഇങ്ങനെ ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ അതിങ്ങനെ മുകളിലോട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന, അതായത് നമ്മളിപ്പോൾ ഒരു കുന്നിലേക്ക് അങ്ങനെ കയറി പോകുന്ന പോലെ നമ്മൾക്ക് അവിടെ നിർത്താൻ പറ്റില്ല. അപ്പോൾ ഒരു വണ്ടി കുന്നിലേക്ക് കയറാണെന്നുണ്ടെങ്കിൽ, ഉയരത്തിലേക്ക് കയറാണെന്നുണ്ടെങ്കിൽ വണ്ടി ന്യൂട്രലിട്ടാൽ എന്താകും, അത് ബാക്കോട്ട് പോകും അല്ലേ, അത് മുന്നോട്ട് പോകില്ല, അല്ലെങ്കിൽ അവിടെ സ്റ്റോപ്പായി നിൽക്കില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു വഴി, അതായത് നമ്മൾ വെറുതെ നമുക്ക് നിൽക്കാൻ പറ്റില്ല. നമ്മൾ കുറച്ച് എഫേർട്ട് ഇട്ട് നിന്നാൽ മാത്രമേ ആ വെഹിക്കിൾ അല്ലെങ്കിൽ വ്യക്തിയാണെങ്കിൽ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. ഒരു കാറിന് ഒന്നെങ്കിൽ ബ്രേക്ക് പിടിച്ച് നിൽക്കണം, അല്ലെങ്കിൽ അത് മുന്നോട്ട് ആക്സിലേറ്റർ ചോടണം. അതല്ലാതെ അവിടെ ആ ഒരു കാറിന് നിൽക്കാൻ പറ്റില്ല. അതുപോലെ ഉള്ളൊരു വഴിക്കാണ് നമ്മൾ ഇങ്ങനെ ഈ ഒരു വാക്ക് ഉപയോഗിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു വഴിയിൽ ഒരു മനുഷ്യനാണെങ്കിൽ പോലും കുത്തിനുള്ളൊരു വഴിയിൽ അവർ വെറുതെ നിന്നാൽ ബാക്കിലേക്ക് മറിഞ്ഞു വീഴും അല്ലേ. നമ്മളുടെ കാലുകൾ നമ്മൾ പിടിച്ചു നിർത്തണം, അല്ലെങ്കിൽ കാലിനെ സ്ട്രോങ് ആക്കി വെച്ചാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു വഴിയിൽ നിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഉരുണ്ട് തിരിഞ്ഞ് ബാക്കിലേക്ക് തന്നെ വീണു പോകും അല്ലേ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഈ ഒരു വഴിയിലൂടെ, അല്ലെങ്കിൽ അള്ളാഹു നൽകിയിട്ടുള്ള പാതയിലൂടെ, സിറാത്തിലൂടെ നമ്മൾ നടക്കുമ്പോൾ നമ്മൾ മുസ്തഖീമായിട്ടും നിൽക്കണം. അതായത് നമ്മൾക്ക് നമ്മളുടെ ഈമാൻ
നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെന്താണ് കുറച്ച് എഫേർട്ട് എടുക്കണം. ദീനിൽ എഫേർട്ട് ഉണ്ട് അല്ലേ? നമുക്കറിയാം 5 നേരം നമസ്കാരം അള്ളാഹു നിർബന്ധമാക്കിയിട്ടുണ്ട്. നമ്മൾ അത് ചെയ്താൽ മാത്രമേ നമ്മൾ മുസ്ലിം ആവുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് എഫേർട്ട് എടുത്താൽ മാത്രമാണ് നമുക്ക് ഈ പാതയിൽ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടില്ലെങ്കിലും നമ്മൾ നിൽക്കുന്ന സ്ഥലത്തെങ്കിലും നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ബാക്കോട്ട് പോകും. അപ്പോൾ നമ്മൾ വീണ്ടും കുറേ എഫേർട്ട് എടുത്തിട്ട് പിന്നെയും ഒരുപാട് മുന്നോട്ട് നടക്കേണ്ടി വരും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളടുത്ത് പ്രാർത്ഥിക്കാൻ പറയുന്നത് അല്ലാഹുവേ, ഈ ഒരു പാതയിൽ എനിക്ക് ഉറച്ചു നിൽക്കാൻ, അല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് തന്നെ പോകാനുള്ള, അല്ലെങ്കിൽ കുത്തനെയുള്ള ഒരു വഴിയിലൂടെ എന്നെ നീ മുന്നോട്ട് നയിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇത് നമ്മളൊന്ന് വേറെ രീതിയിൽ ചിന്തിക്കുമ്പോൾ നമ്മളൊന്ന് മുകളിലോട്ട് പോവാണ് അല്ലേ? മുകളിലോട്ട് പോകുമ്പോൾ താഴെ എന്താകും? ഓട്ടോമാറ്റിക്കലി ഈ ദുനിയാവും ആ ദുനിയാവിനെ ആശ്രയിക്കുന്ന ആളുകളായിരിക്കും. മുന്നോട്ട് പോകുമ്പോൾ ആരൊക്കെയാണോ ആ ഒരു വഴിയിലൂടെ ഉള്ളത് അവരെ ആയിരിക്കും നമ്മൾ കൂട്ടുകൂടുക അല്ലേ? നമുക്ക് തന്നെ അറിയാം, ഒരു നമ്മൾ തീരെ ഇസ്ലാമിനെ കുറിച്ചൊന്നും അറിയാത്ത ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഈ ലോകവും അതുപോലെ തന്നെ ഇതിൻ്റെ സന്തോഷങ്ങളും അത് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളെയും കൂടെ ആയിരിക്കും. പക്ഷേ ആ വ്യക്തി ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ, അങ്ങനെ മുസ്ലിമായി അല്ലെങ്കിൽ ഈമാനൊക്കെ നിറഞ്ഞ സമയത്താകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളെ കൂടെ കൂടാനായിരിക്കും ആ വ്യക്തിക്ക് താല്പര്യം. നമുക്ക് തന്നെ അറിയാം, അപ്പോൾ അൽഹംദുലില്ലാഹ് എത്രങ്ങാനും ഫ്രണ്ട്സ് നമുക്കുണ്ടല്ലേ ദീൻ റിലേറ്റഡ് ആയിട്ടുള്ളത്. മുമ്പൊക്കെ നമുക്കറിയാം അത്രയ്ക്കൊന്നും ഫ്രണ്ട്സ് നമുക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അള്ളാഹു എന്താക്കും, നമ്മൾ ഈ ഒരു പാതയിലൂടെ മുന്നോട്ട് പോകുമ്പം ദുനിയാവിയായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇഹലോകം നമ്മളിൽ നിന്നും കുറേ ഡിസ്റ്റൻ്റ് ആക്കും. അതോടൊപ്പം തന്നെ ഈ പാതയിലൂടെ പോകുന്ന ആളുകളെ നമുക്ക് കൂടുതൽ അടുപ്പിച്ച് തരും. സുബ്ഹാനല്ലാഹ്. അതുപോലെ ഒരു ചെറിയൊരു ഹദീസും കൂടെ പറഞ്ഞ് നിർത്താം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ സങ്കല്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് സിറാത്ത് എന്നുള്ള ഈ ഒരു വഴിയിലൂടെ നമ്മൾ പോകുമ്പോൾ, നേരെ പോകുമ്പോൾ ചുറ്റും ഒരുപാട് മതിലുകളുണ്ട്. ആ മതിലുകൾക്കൊക്കെ ഒരുപാട് വാതിലുകളുണ്ട്, ഓപ്പണിങ്സ് ഉണ്ട്. എല്ലാ 2 സൈഡിലും ഓപ്പണിങ്സ് ഉണ്ട്. അപ്പോൾ ഈ ഈ ഒരു വഴീൻ്റെ ഗേറ്റിൽ നിൽക്കുന്ന ആൾ പറയാണ്, നിങ്ങൾ മുന്നോട്ട് ഈ വഴിയിൽ തന്നെ നിൽക്കുക, ഒരിക്കലും ഡിവൈറ്റ് ആയിട്ട് ഡോറിലൂടെ പോകരുത് എന്ന് പറയണം. അതുപോലെ തന്നെ ആകാശത്ത് നിന്നും പറയണം, നാശാണ് നിങ്ങൾക്ക് ആ ഡോർ തുറന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഡോറിലൂടെ പുറത്തോട്ട് പോകും എന്ന് പറയാണ്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സിറാത്ത് എന്ന് പറഞ്ഞാൽ അതാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ആ പാത. പിന്നെ ആ ഗേറ്റിൽ നിന്നും വിളിക്കുന്നവർ പ്രവാചകന്മാരാണ്. കിതാബുകൾ നൽകിയിട്ടില്ല, അല്ലെങ്കിൽ ഖുർആൻ, ആ ഖുർആനൊക്കെയാണ് നമ്മളോട് പറയുന്നത് നിങ്ങൾ നേരായ മാർഗത്തിൽ നിൽക്കുക എന്നുള്ളത്. ഇനി ആകാശത്തു നിന്നും അള്ളാഹു പറയാണ്, നിങ്ങൾ എൻ്റെ വഴി തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വഴികേടിലാകും എന്ന് പറയാണ്. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. വിശുദ്ധ ഖുർആനിൽ ഒരായത്തിൽ പറയുന്നുണ്ട്, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഊഹു വലാ തത്തബിഉസ്സുബുല ഫതഫറഖ ബികും അൻ സബീലിഹി ദാലികും വസ്സാകും ബിഹി ലഅല്ലകും തത്തഖൂൻ. അല്ലാഹു സുബ്ഹാനല്ലാഹ് പറയാണ്, അതാണ് എൻ്റെ മാർഗം, അതായത് മുസ്തഖീമായിട്ടുള്ള മാർഗം, അതിനെ നിങ്ങൾ പിൻപറ്റൂ, മറ്റൊന്നിനെയും നിങ്ങൾ പിൻപറ്റരുത് എന്നുള്ള സുബ്ഹാനല്ലാഹ് പറയാം. നിങ്ങളെങ്ങാനും പിൻപറ്റിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ വഴികേടിലായി പോകും. അതാണ് ഞാൻ നിങ്ങളെ വസിയത്ത് ചെയ്യുന്നത്, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അത്രയ്ക്കും ഒരുപാട് അർത്ഥങ്ങൾ വരുന്ന ഒരു വലിയൊരു വാക്കാണ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഈ നേരായ മുസ്തഖീമായിട്ടുള്ള, അതുപോലെ തന്നെ സ്പേഷ്യസ് ആയിട്ടുള്ള, കുത്തനെ നേരെ ഉയർന്ന് റബ്ബിലേക്ക് അടുക്കുന്ന ഈ ഒരു മാർഗത്തിൽ നിലനിർത്തി തരട്ടെ. കൂടുതൽ ഈമാൻ വർദ്ധിപ്പിച്ചു തരട്ടെ. അല്ലാഹുമ്മ ജദ്ദിദിൽ ഈമാന ഫീ ഖൽബി, അല്ലാഹുമ്മ ജദ്ദിദിൽ ഈമാന ഫീ ഖൽബി, യാ മുഖല്ലിബൽ ഖുലൂബ് ثبت قلوبنا على دينك. الحمد لله. اهدنا الصراط المستقيم. ربنا تقبل منا إنك أنت السميع العليم. جزاكم الله خير. بارك الله فيكم. السلام عليكم ورحمة الله وبركاته.